ഇപ്പോൾ നമ്മളോട് സംസാരിച്ച വാർഡ് മെമ്പർ പറഞ്ഞതുപോലെ മുൻപ് ആ വീട്ടമ്മയുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ അവരുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ അവിടെ നിന്ന്? പ്രവിധ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ നിലവിൽ പരിമിതമാണ്. അവിടെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നതിന് പോലും ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് നെറ്റ്വർക്ക് അടക്കമുള്ള പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുണ്ട്. നിലവിൽ 24 സംഘം അവിടേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ആ പ്രദേശത്തെ നിലവിൽ സാഹചര്യം നേരിട്ട് അറിയുന്നതിനും അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ തൊടുപുഴ നഗരത്തിൽ നിന്നടക്കം ഫയർഫോഴ്സിന്റെ ടീം ഈ പ്രശ്നം നടക്കുന്ന അല്ലെങ്കിൽ മണ്ണിടിഞ്ഞ ഇടത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സിന് സേനാംഗങ്ങൾ അവിടേക്ക് എത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം പൈനാവിൽ നിന്ന് പുറപ്പെട്ട സംഘം അവിടെ എത്താറായിട്ടുണ്ട് എന്നൊരു വിവരം കൂടി ഏറ്റവും കൂടുതൽ ലഭിക്കുന്നുണ്ട്. അത് NDRFന്റെ സംഘമാണ്. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കളക്ടർ നിർദ്ദേശപ്രകാരം പുറപ്പെട്ട ഒരു സംഘം കൂടിയാണ്. ഇതോടൊപ്പം നിലവിൽ ഈ ലക്ഷംവീട് കോടതി ഭാഗത്തുണ്ടായിരുന്ന ആളുകളെ പൂർണ്ണമായിട്ടും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി വാഹനങ്ങളടക്കം സജ്ജീകരിച്ച് അടിമാലി നഗരത്തിൽ നിന്ന് ഈ സംഭവം നടന്ന മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തേക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. നെടുമ്പുളിയിൽ ബിജുവും അതോടൊപ്പം ഭാര്യ സന്ധ്യ ഇവർ രണ്ടുപേരും ആ വീട്ടിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സമീപത്തുണ്ടായിരുന്ന വീടുകളിലൊന്നും ഇതുവരെ മറ്റ് അപകടങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായതായിട്ട് വിവരമില്ല. മണ്ണിടിച്ചിലിൽ ഭാഗികമായി തന്നെ വീട് തകർന്ന അവസ്ഥയിലാണ്. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു, മറ്റേ ഭാഗം തകർന്ന അവസ്ഥയിലേക്കാണ്. വീടിനകത്തേക്കും രക്ഷാപ്രവർത്തകർക്ക് കടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിൽ ഉണ്ടായത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതോടൊപ്പമാണ് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയും ആ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.